മനുഷ്യ മനസ്സിനെ എന്നും പേടിപ്പെടുത്തുന്ന പ്രേതകഥകൾ. ലോകം മുഴുവൻ ഭയപ്പെടുത്തിയ ഡ്രാക്കുള കഥകൾ ഇന്നും മനുഷ്യ മനസ്സിൻ്റെ പേടി സ്വപ്നമാണ്. മനുഷ്യൻ്റെ കുറ്റബോധം അവനെ പല രൂപത്തിൽ വേട്ടയാടുന്നു. പേടിപ്പെടുത്തുന്ന യക്ഷിക്കഥകൾ മനുഷ്യമാംസം ഭക്ഷിച്ച് എല്ലുകൾ മാത്രം പനച്ചുവട്ടിൽ വിതറുന്ന വികൃത കൈകളും കൂർത്ത പല്ലുകളുമുള്ള യക്ഷികൾ, പ്രേതഭൂതാദികളുടെ ലോകം. നന്മയും തിന്മയും ഏറ്റുമുട്ടി നന്മ ജയിക്കുമെങ്കിലും തിന്മയുടെ ശക്തികളെ മനുഷ്യർ ഇന്നും ഭയപ്പെടുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗോസ്റ്റ് ഹൗസിൻ്റെ 2ാം ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആരാ? എന്തു വേണം? കഞ്ചാവുണ്ടോ ചേട്ടാ? കഞ്ചാവോ? പിന്നെ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കണോ? നിങ്ങൾ എവിടേക്കാ പോണേ? ഞാൻ ഏഴിലമ്പാലയിലേക്ക് പോകുന്നു. അവിടെയാണ് എന്റെ താമസം. നിങ്ങൾ പ്രേതാണോ? ഞാൻ ഒഴുകി വരുന്നു യാമങ്ങൾ തോറും ഈ നീലരാവിൽ, ഈ നീലരാവിൽ. പാട്ട് ഗംഭീരമായിരിക്കുന്നു. താങ്കൾ ആരാണ്? ചേട്ടാ, ഞാനാണ്. ചേട്ടന്റെ പാട്ട് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചാണ്. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ചേട്ടൻ ഇത്ര പേടിത്തൊണ്ടനായിരുന്നു. ചേട്ടൻ പാട്ടൊക്കെ പഠിച്ചണ്ടാ? എടാ, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. എടാ, ഞാൻ നിന്നെ കാണാനിരിക്കരുത്. എന്റെ വീട് വെറുതെ ഒഴിഞ്ഞെടുക്കടാ. ആരെങ്കിലും ഒരാളെ സംഘടിപ്പിച്ച് വാടകയ്ക്ക്. എടാ, ആ വീട്ടിൽ ഇനി ആരും വരാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ പാട്ടും ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കും. എടാ, നീ എന്നാ താനങ്ങനെ ഇവിടെ വന്ന് പറ്റിയാണെങ്കിൽ താൻ മരിച്ചു പോയാളല്ലേ? അതേടാ, മരിച്ചുപോയ ആൾ തന്നെയാണ് ഞാൻ. ഈ ഒറ്റെഴുത്തിനാ ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചത്. നീ കള്ളപ്രമാണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് നീ ഒരുത്തൻ കാരണം ഞങ്ങളുടെ കുടുംബം മുഴുവൻ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. എല്ലാത്തിനും കണക്ക് ഞാൻ ഇന്ന് തീർക്കും നിന്നെ. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്. ചേട്ടനെന്താ ഓടുന്നത്? എന്നെ പ്രേതം കൊല്ലാമെന്ന്. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. ചേട്ടനെന്നാ കയറിക്കോ. ഈടായിട്ടൂടെ പ്രേതങ്ങളെ ഭയങ്കര ശല്യമാണല്ലോ. ഈ നാട് നശിക്കാൻ പോകണമെന്ന് തോന്നുന്നു. അത് ചേട്ടന്റെ തോന്നലായിരിക്കും. ഇല്ല, ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടാണ് ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടത്. അയ്യോ, ഇതേ പ്രേതം. നിർത്തരുത്, 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 നിർത്തരുത്. ഹലോ ആനന്ദ്, ഞാൻ സജിയാണ്. ആ ഹലോ, എന്തുണ്ടോ വിശേഷം? നീ വീഡിയോ കോളിലാണല്ലോ. എടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു പുതിയ ട്രാവൽ ഏജൻസി കൂടി തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഗോഡ് ബ്ലസ് യു. കഴിഞ്ഞ 3 മാസമായി ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല കുറച്ച് നാളായിട്ട് നിന്റെ വീഡിയോസ് ഒന്നും കാണാറില്ല. എടാ നിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ, ആകെ ഇരുട്ടാണല്ലോ കാണുന്നത്.
എൻ്റെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, ഡിസ്പ്ലേക്ക് പ്രശ്നമുണ്ടടാ. അതാണ് നിനക്ക് എന്നെ കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇറങ്ങാത്തത്. എടാ പിന്നൊരു കാര്യം, ഹരി നമ്മുടെ കോട്ടക്കൽ ഗ്രൂപ്പിന്റെ BA എക്കണോമിക്സിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും നമ്പറുകൾ കളക്ട് ചെയ്യണം. ഗെറ്റ് ടുഗദർ ഉടനെ തന്നെ അനൗൺസ് ചെയ്യണം. എന്ത് തന്നെയായാലും നീ ഗെറ്റ് ടുഗദറിന് പങ്കെടുക്കണം. എടാ ഗെറ്റ് ടുഗദറിന് ഞാൻ എന്തായാലും വരും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും കാണാൻ വളരെ ആകാംക്ഷ. എന്തായാലും ഞാൻ വന്നിരിക്കും. നിശാന്തേട്ടാ എന്താ മോളെ, ആരാ മനസ്സിലായില്ലല്ലോ? ആ ചേട്ടന് മനസ്സിലായില്ലേ? ഞാൻ അച്ഛേട്ടന്റെ മോളെ കടയിലൊക്കെ വരാറില്ലേ ചേട്ടന്റെ? അജിച്ചേട്ടനാ. എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്, അതും ഈ രാത്രിയിൽ? ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കണതാ. ഒരു ബന്ധു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ പപ്പ ഇപ്പൊ വരും. അപ്പൊ ചേട്ടനെ കണ്ടപ്പോ ജസ്റ്റ് വിളിച്ചെന്നുള്ളൂ. മോളെ എന്നാൽ ഞാൻ കൊണ്ടു നോക്കാം ഹോസ്പിറ്റലിലേക്ക്. വേണ്ട പപ്പ ഇപ്പൊ വരും. ഇപ്പൊ ഞാൻ പോയിക്കോളാം. ഓക്കെ, എന്നാൽ ഞാൻ പോകട്ടെ. മോളെന്താ ഇവിടെ വെക്കണേ? പപ്പനെ കാത്തിക്കുന്നത്. ഇപ്പൊ വരും. ലിഫ്റ്റ് വേണോ? വേണ്ട ഇപ്പൊ വരും. മോളെ, ഈ സ്ഥലം അത്ര നല്ലതല്ലാട്ടാ. രാത്രി കാലങ്ങളിൽ പ്രേതശല്യമുള്ള സ്ഥലമാണ്. അധികം നേരം നിക്കണ്ടേട്ടാ. പ്രേതോ? ഇന്നത്തെ കാലത്ത് അതൊക്കെ ഓരോരുത്തർ വെറുതെ ഉണ്ടാക്കുന്നതാ. അല്ല ചേട്ടൻ കണ്ടിട്ടുണ്ടോ പ്രേതത്തിനെ? പ്രേതം എങ്ങനെ ഇരിക്ക? എന്നെ പോലെയാ? അയ്യോ, ആനന്ദ്, ഞാൻ ഹരികുമാറാ, എന്തെങ്കിലും ഞാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ വരായിരുന്നു. കാരണം എന്താണെങ്കിലേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഓരോരുത്തരെ അന്വേഷിച്ച് ഇറങ്ങിയേക്കണം. ഇപ്പൊ ഇനി ഒരു 20 ആളും കൂടി കിട്ടണം. നീ അപ്പൊ നാട്ടിലൊന്നില്ലേ? ഞാനുണ്ട്. ഞാൻ കോടനാട് ഒരു KCB-യിലാണ് ജോലി ചെയ്യണേ. അതൊരു വലിയ കഥയാണ്. ഒരുപാട് കേസും കൂട്ടൊക്കെ ആയിട്ട് നടന്നിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് തന്നെ. ഈ ഗെറ്റ് ടുഗദർ എടുത്തിട്ടുണ്ടാ? ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാവരും നമ്പർ കിട്ടണം. അതിന് ഞാൻ ഓരോരുത്തരും അറിവുള്ളവരുടെ വീടുകളിലേക്ക് ഞാൻ ഇപ്പൊ അന്വേഷിച്ച് ഇറങ്ങിക്കണം. ബാ, നിന്റെ വീട്ടിലേക്ക് പോകാം. എന്റെ വീട്ടിൽ ഇപ്പൊ ആരില്ല, അവര് കല്യാണത്തിന് പോയിക്കണ്. ഞാൻ വേറൊരു പരിപാടി ഉള്ളവരെ എനിക്ക് പോകാൻ പറ്റില്ല. വീട് ലോക്ക് ചെയ്തിരിക്കണ്. അപ്പൊ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിന്റെ നമ്പർ തായോ, ഫോൺ നമ്പർ തായോ. ഫോൺ നമ്പർ പറയും. അപ്പൊ ഞാനിപ്പോ വിളിക്കാം കാര്യങ്ങൾ. 94 46 72. ഓക്കെ, അപ്പൊ ശരിയെന്നാ. സന്തോഷം. നീ നിനക്ക് അറിവുള്ള നമ്മുടെ ഒപ്പം പഠിച്ചവരൊക്കെ നീ അറിയിക്കുക കേട്ടാ. ഞാനിപ്പോ ബാക്കിയുള്ളവരെ ഞാൻ ഓരോരുത്തരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഷാജി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിരുന്നു ഹരികുമാർ എല്ലാവരും നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിട്ടെന്ന് പറയുന്നു. അതാണ്. അപ്പൊ നമുക്ക് അടുത്ത മാസം ഇപ്പൊ ഓണൊക്കെ അല്ലേ, ഓണം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. ഓക്കെ കണ്ടതിൽ വളരെ സന്തോഷം. ശരി. എന്താണ് ആനന്ദേ? ടീച്ചറെ, ഞാൻ ഗെറ്റ് ടുഗദർ വന്നതാ. ടീച്ചർ എന്താ ഇവിടെ? ടീച്ചർ ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കണ്ട? ഞാൻ പ്രിൻസിപ്പലിനെ കാണാൻ വന്നതാ. ഞാനിപ്പോ ഇവിടെ ഇല്ല, UK മക്കളുടെ കൂടെയാണ്. എടാ, നിനക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. എന്നാ നീ പോയി ഫ്രണ്ട്സിനെ കണ്ടിട്ട് വാ, അടിച്ചു പൊളിക്ക്. ഓക്കെ ടീച്ചറെ. സുനിലെ, ഇന്നല്ലേ നമ്മുടെ ഗെറ്റ് ടുഗദർ, നിന്നെ കാണാനില്ല. എവിടെ പരിപാടികൾ ആരംഭിക്കാൻ പോണേ? ഞാൻ സജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല വരില്ലാന്ന്. എന്റെ ചേട്ടന്റെ മോന്റെ കല്യാണമാണ്, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. പിന്നെ ആനന്ദിനെ ഞാൻ വിളിച്ചപ്പോ അവന്റെ നമ്പർ നിലവിലില്ല എന്നല്ല പറയണത്. കുറച്ചു നേരത്തെ ഗ്രേസി ടീച്ചറോട് വർത്താനം പറഞ്ഞ അവിടെ നിൽക്കണുണ്ടെന്ന് ആരോ പറയണ കേട്ടു. ആനന്ദാ, അവൻ 3 മാസം മുമ്പ് മരിച്ചാണല്ല. നീ എന്നിട്ട് പറയണേ ആനന്ദ് മരിച്ചു പോയിന്നാ? ഞാൻ അവനെ ഈ ഗെറ്റ് ടുഗദറിന്റെ പരിപാടി നേരിട്ട് അവനെ പോയി ഞാൻ വിളിച്ചതല്ലേ. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടല്ലേ പോന്നെ. പിന്നെ എന്ന് മരിക്കണവൻ? അവൻ ഹോസ്പിറ്റലിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചടക്കായിരുന്നു. അവന്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞടക്കായിരുന്നു പലരും പറയുന്നുണ്ട്. എല്ലാവരും റെഡി ആയിക്കോട്ടെ. നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ
അതുപോലെ തന്നെ വീഡിയോ പിടിക്കുന്നുണ്ട്. മരിച്ചുപോയി എന്ന് പറഞ്ഞ ആനന്ദ് എങ്ങനെ ഈ ഫോട്ടോയിൽ വെക്കണുണ്ടല്ലോ? എന്തത് ഇത് എന്തൊക്കെയാ സംഭവിക്കണേ? ചേട്ടാ, ഹരീഷ്ണൻ ചേട്ടന്റെ കല്യാണത്തിന് തലേ ദിവസം നേരത്തെ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മ നല്ലപോലെ വൈകിപ്പോയല്ലോ. എടാ, എനിക്ക് എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പറഞ്ഞേ. അത് ഹരീഷ്ണൻ ചേട്ടനോട് പറഞ്ഞു ഞാൻ മനസ്സിലായി പോകും. ചേട്ടാ, കല്യാണ പെണ്ണിന്റെ വീട് എവിടെയാ? അത് അങ്കമാലി ഹോസ്പിറ്റലിൽ എടുത്താ. പെണ്ണ് ജർമ്മനിയിലെ നേഴ്സാണ്. പുള്ളിക്കാരൻ രക്ഷപ്പെട്ട്. ചേട്ടാ, സ്ഥലം എത്താറായാ? എടാ, ഒരു 10 മിനിറ്റ് കൂടി ഇപ്പൊ എത്തും. ചേട്ടാ, അവിടത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിണ്ടാവോ? നമ്മ നല്ലപോലെ വൈകിയില്ലേ? ഏയ്, ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഗാനമേളൊക്കെ ഉണ്ടാവും. നമുക്ക് അടിച്ചു പൊളിക്കണം. ദേവര് പെണ്ണ് നടുറോട്ടി നിൽക്കണം. അവള് കാറിന് നേരെ നടന്നു വരുന്നു. എടാ, ഡോർ തുറക്കരുത്. പുറത്തിറങ്ങിയൊന്ന് പേടിക്കണ്ടേട്ടാ. നീ അവള് മാഞ്ഞു പോയല്ലോ, കാണാനില്ലല്ലോ. എവിടെ? അയ്യോ, വണ്ടി സ്റ്റാർട്ടാവണില്ലല്ലോ. ഇനിയിപ്പോ ഈ രാത്രി എന്താ ചെയ്യാ? മക്കളെ, വണ്ടിക്ക് എന്താ പറ്റിയേ? വണ്ടി സ്റ്റാർട്ടാവണില്ല ചേട്ടാ. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടാവോ? ഈ സമയത്ത് വർക്ക്ഷോപ്പാരൊന്നും ഉണ്ടാവില്ല. വർക്ക്ഷോപ്പാരൊക്കെ അടച്ചു പോയില്ലേ? വണ്ടി തള്ളി തന്നാൽ സ്റ്റാർട്ട് ചെയ്യാനറിയോ? ആ, അറിയാം. പക്ഷെ ചേട്ടൻ ഒറ്റയ്ക്ക് തള്ളിയ വണ്ടി നീങ്ങോ? ആ, അത് ഞാൻ തള്ളി തരാം. ചേട്ടാ, താങ്ക്സ്. ചേട്ടനെ കാണാനില്ലല്ലോ. അയാള് ഇത്ര പെട്ടെന്ന് എവിടേക്ക് പോയി? അയാൾ എവിടെയോ കണ്ടു മറന്ന പോലെ. കുറച്ചു നാള് മുമ്പ് വഴി കിടന്നിട്ട് ഇയാളല്ലേ നമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയേ? ഇത് അയാളായിരുന്നോ? അയാള് മരിച്ചു പോയതല്ലേ? എവിടേക്കാ? ആ ജംഗ്ഷൻ വരെ എന്നെ ഒന്ന് കൊണ്ടുപോകണം. നിങ്ങൾ എവിടെ പോയേ? അമ്പലത്തിന്റെ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയതാ. സ്ഥലമാകുമെന്ന് പറഞ്ഞോട്ടാ. അയാളെ കാണാനില്ലേ? മരപ്പട്ടികളും ചെന്നായ്ക്കളും കുറുനരികളും വാഴുന്ന ഇടവഴികളിലും കാടുകളിലും എന്നെ കാത്തിരിക്കുന്നുണ്ട് ചിത്രഗുപ്തൻ. ഇന്ന് അവന്റെ കണക്ക് പുസ്തകത്തിൽ നീയാണ്. ചെല്ല്, വേഗം ചെല്ല് യക്ഷികുളത്തിലേക്ക്. അവിടെ യക്ഷികളും പ്രേതങ്ങളും പിശാചുക്കളും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നരകത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. അയ്യോ, ഉറങ്ങിക്കിടന്ന ഞാൻ അങ്ങനെ കുളത്തിന്റെ മുഖത്തെത്തി. എടാ ജോസഫേ, ഇവിടെ നിന്നെ എത്തിച്ചത് ഞങ്ങളാ. അയ്യോ, നിങ്ങൾ മരിച്ചു പോയവരല്ലേ? അതറാ, ഞങ്ങൾ മരിച്ചു പോയവരാണ്. ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം നീ കള്ളപ്രമാണം ഉണ്ടാക്കി ഞങ്ങളെ ദരിദ്രാക്കി വിട്ടു അല്ലേ? നീ കാരണം ഞങ്ങളെ കുടുംബം മുഴുവൻ കൂട്ട ആത്മഹത്യ ചെയ്തില്ലേ? നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റടാ ചെയ്ത്? ഞങ്ങളുടെ കുടുംബം നശിച്ചപ്പോ
നിന്നോട് കുറച്ച് പൈസ കടം വാങ്ങി. അത് മുതലാക്കി നീ ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി. അതിനുള്ള ശിക്ഷ ഞങ്ങൾ ഇന്ന് നടപ്പാക്കാൻ പോവുകയാണ്. വേണ്ട, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അതിനുവേണ്ടി എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യും. മരിച്ചുപോയ ഞങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നീ ചെയ്യാൻ പോകുന്നത്? ദുർമരണം സംഭവിച്ച ഞങ്ങള് മോശം കിട്ടാതെ കാലാകാലങ്ങളായിട്ട് അലഞ്ഞടക്കുകയാണ്. ഇവരെ ഞാൻ കൊല്ലും. അയ്യോ സാറേ, എന്നെ ഉപദ്രവിക്കരുത്. മരിച്ചുപോയ ആള് എന്തോന്ന് സാറ്? എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ കുടുംബം അനാഥാക്കരുത്. എനിക്കുമുണ്ടായിരുന്ന ഒരു കുടുംബം. ഞാനൊരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും. എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. വയസ്സുകാലത്ത് ഞാൻ അവർക്കൊരു കൈത്താകാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെ ഈ ഗ്രാമത്തിൽ ജോലിക്ക് വന്നത്. പക്ഷേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു ചില്ല് കൊട്ടാരം പോലെ നീ തകർത്ത് കളഞ്ഞില്ലേടാ. തകർത്ത് കളഞ്ഞില്ലേ, നീ തകർത്ത് കളഞ്ഞില്ലേ. ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം.